അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഴി പൊറോട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. കിഴി പൊറോട്ടയ്ക്ക് വേണ്ടി 2 മസാലയാണ് റെഡിയാക്കണത്. ഒന്ന് ബീഫ് മസാല, ഒന്ന് പ്രോൺസ് മസാലയും. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചിയും ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4-5 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നമുക്ക് ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രോൺസ് മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് 3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊറോട്ട ചെയ്യണ വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് കിഴി കെട്ടാം. അതിലേക്ക് നമ്മൾ വാഴയില നോർമലി എടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഫസ്റ്റ് ലെയർ പൊറോട്ട ഇട്ടിട്ട് അതിന് മുകളിൽ ബീഫ് മസാല ഇട്ട് കൊടുക്കാം. വീണ്ടും പൊറോട്ട വെച്ചിട്ട് അതിന് മുകളിൽ പ്രോൺസ് മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ പൊറോട്ട വെച്ച് വീണ്ടും നമുക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഞാൻ പുഴുങ്ങിയ കാടമുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോർമൽ കോഴിമുട്ട വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മടക്കിയിട്ട് കെട്ടി വെക്കാം. ഇനി നമുക്കിതൊരു സ്റ്റീമറിൽ വെച്ച് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം. ഒരു 4-5 മിനിറ്റ് മതിയാവും. നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ കിഴി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണ്. പൊറോട്ടയും ബീഫ് മസാലയും പ്രോൺസ് മസാലയും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.